അതിച്ച് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. മക്കള് കഷ്ടപ്പെട്ട് അയക്കണ പണം ഇവിടെ തീർക്കാന് ഏത് അന്തം കെട്ടോനും കഴിയും. മനസ്സേ നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. എന്റെ മകനെ ഈ തിരിച്ചു പറഞ്ഞയച്ചൂലേ കുട്ടിയേലിയെ? ഓ ഇവിടെ എന്നിട്ട് എന്താക്കും ആചാരെ? എന്തുകൊണ്ടാണോ തിരിച്ചു പോണില്ല എന്ന് പറഞ്ഞ ഈ അന്വേഷിച്ചോ? എന്തോ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. അത് ചെറിയ അസുഖമൊന്നും അല്ലായിരുന്നു കുട്ടിയേലിയെ, ശരിക്ക് ശ്രദ്ധിക്കേണ്ട അസുഖമായിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാത്തോണ്ടായിരുന്നെങ്കിൽ എനക്ക് എന്നോട് ചോദിക്കായിരുന്നു. സംഗതി ഞാൻ പിസ്കനാ. എന്നാലും 10-15 കൊല്ലം എനിക്കും വേണ്ടി വല്യങ്ങാടിയിൽ ലോഡിറക്കിയ ആളല്ലേ. ആ അവകാശം വെച്ച് തന്നെ എനക്ക് എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ ചോദിക്കൂല്ലേ? ഈയിപ്പോ വലിയ മുതലാളിയായി പോയില്ലേ. മകൻ പണയക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പിന്നെ ഈ പണിക്കും വന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ കൊടുക്കണേക്കാട്ടിലും വലിയ സംഖ്യ സംഭാവന കൊടുത്ത് ഇന്നെ തോൽപ്പിക്കാനായിരുന്നല്ലോ എനക്ക് മോഹം. അതിച്ച് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. മക്കള് കഷ്ടപ്പെട്ട് അയക്കണ പണം ഇവിടെ തീർക്കാന് ഏത് അന്തം കെട്ടോനും കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ അറുക്കലല്ല ബുദ്ധി കുട്ടിയാലേ, അതിനെ പോറ്റലാ ബുദ്ധി. അത് വൈകാതെ എനിക്ക് മനസ്സിലാവും. സുബൈർ, എന്താ എണീക്കാത്തെ? നോക്ക്, സമയം ഒരുപാടായി. എണീക്ക്. സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങി ഈ മരുഭൂമിയിൽ